ഹായ് ഫ്രണ്ട്സ്, ബിഗ് ബോസ് സീസൺ 6 എപ്പിസോഡ് 96 റിയാക്ഷൻ ആണ്. റിയാക്ഷനിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് 1-2 കമന്റ്സ് വായിക്കാം. ബ്രോ, ഫിനാലെ ലൈവ് ആക്കുമോ? എടാ, ലൈവ് ആക്കിയ കോപ്പിറൈറ്റ് ഇട്ടൂടാ. ചേട്ടാ, കപ്പിന്റെ ഉള്ളിൽ എന്താ ഉള്ളത്? കപ്പിന്റെ ഉള്ളിലെ മൈക്കിന്റെ ബോക്സ്. ബ്രോയുടെ ഫസ്റ്റ് ക്രഷിന്റെ നെയിം പറയാമോ? ഒരുപാടുള്ളത് കൊണ്ട് ഓർമ്മയില്ല പേര്. ബ്രോക്ക് വീണ്ടും ബീബി വരുമോ? വരാൻ ചാൻസ് ഇല്ല. ഒരു കാര്യം ഉറപ്പായി, എന്തായിരുന്നാലും ഫിനാലയിൽ ഞാനില്ല. നിനക്ക് ഇപ്പോഴും നല്ല വിഷമമുണ്ടല്ലേ? കുറേശ്ശെ. റോക്കിയെ ബിഗ് ബോസിലോട്ട് വിളിച്ചില്ല, അതുകൊണ്ട് റോക്കി ഇതാ വന്നിരുന്ന് കരയുന്നു. കൊച്ചിനെ കളിയാക്കിയത് ഇഷ്ടമായില്ല. എന്തുപാടെ ശരത്തെ? കൊച്ചിനെ ഞാൻ കളിയാക്കിയില്ലല്ലോ. എവിടെ കളിയാക്കിയത്? മിഡ് വീക്ക് എവിക്ഷൻ ടെലികാസ്റ്റ് ചെയ്യും മുന്നേ ശ്രീധുവിനെ വോട്ടിംഗ് ലിസ്റ്റിൽ നിന്നും നീക്കം ചെയ്തതിൽ സംശയമൊന്നും ഇല്ലല്ലോ അല്ലേ? എനിക്ക് സംശയമൊന്നും ഇല്ലടാ. ബ്രോ, ഐ എം ഫ്രം ഉക്രൈൻ. ചേട്ടാ, അമ്മയ്ക്ക് ചേട്ടന്റെ ഡാൻസ് ഇഷ്ടമായി. ഇതിനൊക്കെ നിങ്ങളുടെ നാട്ടിൽ ഡാൻസ് എന്നാണ് പറയുന്നത്. ചേട്ടാ, വ്യൂസിന്റെ 10% മാത്രമേ ലൈക്ക് ആക്കുന്നുള്ളൂ. എല്ലാവരും ലൈക്ക് ചെയ്യൂ. ചേട്ടാ, പുറകിൽ വെച്ചിരിക്കുന്ന ഫോട്ടോ ആൽബം ഗേൾഫ്രണ്ട് തന്നതാണോ? യൂട്യൂബിൽ നിന്ന് കിട്ടിയ ഡയറിയാണേ. ഞാൻ 2-3 ദിവസം മുമ്പത്തെ വീഡിയോയിൽ ഇട്ടുണ്ടായില്ല, ഇതൊന്നും കാണാറില്ലേ? ആർ യു യൂട്യൂബ്? ബിക്കോസ് ഐ വാണ്ട് യു ടു ബി മൈൻ. അത് കൊള്ളാട്ടാ. അടുത്ത പെങ്കൊച്ചിന് ഈ മെസ്സേജ് അയക്കാം. കുറെ പേര് നമ്മുടെ വീഡിയോസ് ആരുടെയെങ്കിലും നിന്നും കോപ്പി അടിച്ച് ചെയ്യുന്നതാണോ എന്ന് കമന്റ് ഇട്ടിരുന്നു. അപ്പൊ അവരോട് എനിക്ക് പറയാനുള്ളത്, ഞാൻ ഇവിടെ ഒരു ലിങ്ക് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ എപ്പിസോഡ് 1 തൊട്ട് ഇപ്പൊ നിങ്ങൾ കാണുന്ന ഈ എപ്പിസോഡ് വരെയുള്ള എല്ലാ എപ്പിസോഡും ഉണ്ട്. സോ എപ്പിസോഡ് 1 തൊട്ട് ചെയ്തത് ഞാനല്ലേ. അപ്പൊ ഞാൻ എങ്ങനെ കോപ്പി അടിക്കും? നിങ്ങൾ പറ. വീഡിയോ കണ്ട ഒരു ബ്രോക്ക് അനുഗ്രഹമായിട്ട് S23 അൾട്ര കിട്ടി. നിങ്ങൾ അറിഞ്ഞാ? വേറെ 1-2 അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ ഇങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കണ്ടോണ്ടിരുന്നോ? നമുക്ക് നേരെ റിയാക്ഷനിലേക്ക് പോവാം. കറുത്ത കാലുകൾ. ആരുടെയാണ് ആ കാലുകൾ? ഓ, ഗബ്രി. എനിക്കൊന്നും വേണ്ട നിന്റെ ഉമ്മ. ഇവനെന്താ കല്യാണ പന്തലിന്ന് ഇറങ്ങിയൊന്നാണ്? ജാസ്മിന്റെ റൂമിന്റെ ഫ്രണ്ടിലെത്തിയ ഗബ്രി. അല്ലെങ്കിൽ വേണ്ട, വേറെ ആരെങ്കിലും കൊണ്ട് വിളിപ്പിക്കാം, എന്നിട്ട് ഒരു സർപ്രൈസ് കൊടുക്കാം. രതീഷ് പുല്ല് ഉറക്കം വരുന്നില്ലല്ലോ. കരയാണോ ചിരിക്കാണോ രതീഷ് ഏട്ടാ? ഗബ്രി, കിച്ചണിൽ നിൽക്കാം. ചേട്ടൻ അവളെ വിളിച്ച പുറത്തേക്ക് വരും. ഒരു ഹെൽപ്പ് ചെയ്യോ? അവളൊന്ന് വിളിക്കോ? വല്ല ചൂടുവെള്ളം ഉണ്ടാക്കി തരാണെന്ന് പറഞ്ഞ് വിളിച്ചാ മതി. വേറെ ആരെയും എഴുന്നേപ്പിക്കണ്ട. അവളെ ഞാൻ വിളിക്കാം, പക്ഷെ അവളെന്റെ തള്ളക്ക് വിളിക്കും. രതീഷേട്ടൻ പോയിട്ട് ജാസ്മിനെ വിളിച്ചെനിപ്പിക്കാം. ജാസ്മിനെ, എനിക്ക് ഇത്തിരി ചൂടുവെള്ളം തരമാളെ. ജാസ്മിൻ, ഉറക്കത്തിന്ന് എണീപ്പിച്ചിട്ട് തന്നെ തനിക്ക് ചൂടുവെള്ളം വേണോല്ലേടോ? തരാടോ തനിക്ക്? ജാസ്മിനെ എനിക്ക് വരുന്നുണ്ടെങ്കിലും ഉള്ളിൽ ഫുള്ള് ത്രാക്കാന്ന് നമുക്ക് ഊഹിക്കാലോ. ഇങ്ങനെ എത്തിയ ജാസ്മിൻ ഗബ്രീനോട്, അയ്യോ ദൈവമേ, ഇത് ഹാലൂസിനേഷൻ ആണോ? എന്റെ ഗബ്രി ശരിക്കും ഇവിടെ ഉണ്ടോ? മുടി മുഖത്തേക്ക് ഇട്ടു. എന്റെ ഫേസ് ഞാൻ കാണിക്കില്ലടാ ബിഗ് ബോസ് ക്യാമറമാനെ. അങ്ങനെ നിങ്ങൾ എന്റെ എക്സ്പ്രഷൻ വെച്ച് എന്റെ കാര്യം വിലയിരുത്തണ്ട. ഞാൻ മുഖത്ത് മുടി ഇട്ടിട്ട് കരയുള്ളൂ. കെട്ടിപ്പിടിച്ച്. നീ ഇവിടെ ഉണ്ടായിരുന്നോടാ? നിന്നെ എനിക്ക് നഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ കരുതിയത്. ഞാൻ രക്ഷപ്പെട്ടു എന്നാ കരുതിയത്. എന്നാലും എത്ര കാലാണ് നിന്നെ കണ്ടിട്ട്. ചിരിപ്പിക്കാതെ മാറിക്കടോ. എന്റെ ഗബ്രി വന്നപ്പോഴാ ആളുടെ ഒരു പാട്ട്. പൂജ. അപ്പൊ ഗബ്രി പോയിട്ട് ഓരോ റൂമിൽ ചെന്നിട്ട് എല്ലാരും വിളിച്ച് എണീപ്പിക്കുക. അപ്പൊ എല്ലാവരും ഗബ്രി മനസ്സിൽ, എടാ മനുഷ്യനെ ആകെ ഉറങ്ങാൻ കിട്ടണ കുറച്ച് സമയമാണ്, അതും നീ നശിപ്പിക്കും. എനിക്ക് വാ വാ, ഇന്ന് പാട്ടൊന്നുമില്ല, ഞാനാണ് പാട്ട്. അപ്പൊ ഇന്ന് പാട്ടിടില്ലേ? ഞാൻ എന്തെങ്കിലും ഡാൻസ് കളിക്കും. പാട്ട് വന്നല്ലോ. ചുമ്മാ നോണ പറയാ, പാട്ടിടില്ല. എന്താ ഒരു വേറെ ശബ്ദം? പാട്ട് തന്നെയല്ലേ? ഡിസ്ക് മാറിപ്പോയ ബിഗ് ബോസ്. ഡാൻസ് കളിക്കടാ. ജാസ്മിന്റെ മുഖത്തൊരു 100 വാട്ട്സിന്റെ ബൾബ് കത്തി പ്രകാശമില്ലേ? ബിഗ് ബോസ് വീട്ടിലേക്ക് വീണ്ടും സ്വാഗതം.
ആ കോട്ടൂർ ഇപ്പൊ കറക്റ്റ് കാറ്ററിംഗ് ബോയുടെ യൂണിഫോം ആയി. കാണട്ടെ, എനിക്ക് കണ്ണു കണ്ടിട്ട്. കാണു ജോസു കാണു, എവിടെയും വന്നേണ്. സൂപ്പർ ഡ്രസ്സാണല്ലോ. താങ്ക് യു. ജിൻഡോ വന്നിട്ട് ഗബ്രീനോട്, ഗബ്രി സൂപ്പർ ഡ്രസ്സാണല്ലോ, ഇത് എവിടെ നിന്ന് വാടകയ്ക്ക് എടുത്ത്? ഫിനാലിക്ക് ഇടണ്ട എങ്ങനത്തെ ഗബ്രി ഞാൻ ആക്കിയതാണ്. ചേച്ചാ ഫ്ലാറ്റ് കട്ടായിട്ടാ പോയത് ഞാൻ. ചക്ക കൊട പറഞ്ഞു. നിനക്ക് എങ്ങനെ അറിയാ? നീ ഒരു ബെച്ചിക്കോട്ടെങ്കിലും അയച്ചോടെ വൃത്തിയിട്ടവരെ. നീ ഓ ഡ്രസ് അയക്കാത്തന്റെ കലിപ്പ്. കഴിഞ്ഞിരിക്കട്ടെ, ഇവിടെ കഴിഞ്ഞ 3 ആഴ്ചയായിട്ട് വന്നിരിക്കുന്ന ഡ്രസ് ആരയച്ചതാ? ആരാഴ്ച? ഗബ്രി അയച്ചപ്പോ ഇത്ര നാളെ ഡ്രസ് ഏതീന്ന് എന്നെ എനിക്ക് അയച്ചേ? നിന്റെ വീട്ടുകാർ അയച്ചതാ. അയ് ശരി, ഗബ്രി തമാശയൊക്കെ പറയാൻ പഠിച്ചല്ലോ. ഫോട്ടോ അവിടെ, എന്റെ മാല അവിടെ. ഗബ്രി ജാസ്മിനോട് ചോദിക്കാ, എന്റെ ഫോട്ടോ എവിടെ, എന്റെ മാല എവിടെ, എന്റെ ചെരുപ്പ് എവിടെ, എന്റെ ഷർട്ട് എവിടെ? ജാസ്മിൻ എല്ലാം പോയി. ഇപ്പൊ എനിക്ക് ഇവിടെ നിക്കുമ്പോ എനിക്ക് അവന്റെ സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ട്. സൗണ്ട് കേക്കണ മ്യൂട്ടാക്ക. നിനക്ക് മനസ്സിലാവുന്നു? ജാസ്മിന് ഞാൻ വിചാരിച്ച എനിക്ക് മാത്രമാണ് ഗബ്രിയുടെ സൗണ്ട് കേൾക്കണ്ടുന്ന്. നിനക്കും കേക്കണ്ടല്ലോ. മനസ്സിലായി. പൊന്നു ലക്ഷ്മിനെ, ജാസ്മിൻ അതൊന്ന് ക്യാമറയ്ക്ക് വേണ്ടി നിന്നോട് പറയട്ടെ, നീ ഇത്തിരി സ്പേസ് കൊടുക്ക അവക്ക്. പുല്ല് നശിപ്പിച്ച്. എനിക്ക് മാത്രം എന്താടാ ഈ പല്ല് തേക്കാതുള്ള എൻട്രി? പല്ല് തേക്കാത്ത എൻട്രി എന്നൊക്കെ അത് കൊള്ളാം. ആൾക്കാരെ തരം നോക്കിയിട്ടാണ് അവർ എൻട്രി കൊടുക്കണത്. ബിഗ് ബോസിന് ഏറ്റവും ഇഷ്ടമുള്ളവർക്ക് ഇങ്ങനെയല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. ഓ യു ഗോട്ട് ദ പോയിന്റ്. ഗബ്രി ഇപ്പൊ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അടിയിട്ടിട്ട് അതിനെടുത്താ കൊടുക്കണ്ടെന്ന് തിരിച്ചു. ആ ഒരാള് തിരിച്ചു കൊടുത്ത ക്ഷീണം ഇതുവരെ മാറിയിട്ടില്ല. ഇനിയിപ്പൊ ഞാൻ അടുത്തത് കൊടുക്കാടാ. ആര് ചോദിച്ചില്ലടാ പറ്റി സങ്കടം. അടിയിട്ടിപ്പോ സങ്കടായോ? മനസ്സിൽ വിചാരിച്ചു നീ ഉണ്ടായിരുന്നെങ്കിലും. നീ ഉണ്ടായിരുന്നെങ്കി, ഗബ്രി ഉണ്ടായിരുന്നെങ്കി അല്ല കിട്ടണ അടി ഷെയർ ചെയ്യാൻ ഒരാളാവില്ല. ഞാൻ പറഞ്ഞത് അഭിഷേകിന്റെ. ഗബ്രി പറയും, എടി ഞാൻ അഭിഷേകിന്റെ അല്ല ഞാൻ പറഞ്ഞത്, അത് ഗെയിമിലല്ല, അത് വെറുതെ എടുത്ത് എറിഞ്ഞല്ലുള്ളൂ. ഞാൻ രശ്മിന് അടിച്ച കാര്യം പറയണേ. വലിയ കേസൊന്നുമല്ല. എന്താ മറ്റേ തൂക്കിയെടുത്തിറങ്ങ ചെക്കന്റെ കൈ ഇപ്പൊ മുറിച്ചാന് ആക്രാന്തം കാണും. തൂക്കിയെടുത്തിരുന്നപ്പോ നിനക്കൊന്നും തോന്നി കാണത്തില്ല. പക്ഷെ കുഴപ്പമില്ല. ഓരെ കണ്ട് തുടങ്ങി ഐശ്വര്യം. ചോര കണ്ട് ഐശ്വര്യ ശരിയടി കിട്ടിയോ? അപ്പൊ അന്ന് ശരിക്കും രശ്മിന്റെ അടി കിട്ടിയില്ലേ? ടോക്സിക്സിലുള്ള 2 പെൺപിള്ളേര്. ആ വെറുതെ ശ്രീതൊന്ന് ഔട്ടായേ. നമ്മുടെ ജാസ്മിന്റെ പുകഴ്ത്തി. പറയട്ടെ, നിന്റെ പേര് പറയാതിരുന്നല്ല. ജാസ്മിനെ ഐശേ പറയാൻ മറന്നുപോയത്. നിന്റെ അടുത്ത് ഇവിടെ ഇറങ്ങി അപ്പൊ നീ ജാസ്മിൻ, നീ മനഃപൂർവ്വം പറയാത്തന്ന് ഞാൻ വിചാരിച്ചു. ഗബ്രി പറയാ, എടി അതന്ന് ഞാൻ നിന്നോട് യാത്ര പറഞ്ഞിട്ടാണല്ലോ പോയേ. പിന്നെ സ്റ്റേജിൽ പോയി നിന്നപ്പോ ലാലേട്ടനോട് ഞാൻ നിന്നെ മിസ് ചെയ്യുന്നു എന്ന് പറയുകയും ചെയ്തു. പിന്നെ ടിവിയിൽ കാണിച്ചപ്പോ നിന്നെ കണ്ടില്ല. ഇപ്പൊ ഞാൻ പറയാൻ വിട്ടുപോയത് സത്യത്തില്. അതല്ല പറഞ്ഞുതരാം. എനിക്ക് എന്താന്നറിയില്ല, കപ്പിൾസിനെ കാണുമ്പോ ഈ പെരുവരിലി ഇതിങ്ങനെ പെരുത്ത് കേറും. അറിയോ, ഞാൻ മറൈൻ ഡ്രൈവിൽ പോലും പോവാറില്ല. ഫുള്ള് കപ്പിൾസ്. സത്യം വെച്ച് പറഞ്ഞു. സങ്കടം വരില്ലാന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? ശ്രീതും രശ്മിനും ഞങ്ങള് സ്വർഗത്തിലെ കട്ടൂറും പാവല്ലേ, നിങ്ങൾ ഇരുന്ന് സംസാരിച്ചോ, ഞങ്ങള് പൊക്കോളാവേ. നീ ഇത് പറഞ്ഞില്ലായിരുന്നു എനിക്ക് വിഷമാവില്ല. പക്ഷെ നീ പറഞ്ഞപ്പോ എനിക്ക് വിഷമായി. ഓ വിഷമായ പറഞ്ഞോ? പറ പ്ലീസ്. ജാസ്മിൻ അതെന്ത് സ്വഭാവം നിനക്ക് പറയാണ്ടിരിക്കായിരുന്നില്ല? അത് നല്ല കാര്യത്തിനാണ് അവരത് ചെയ്തതെന്ന് മാത്രം നീ വിശ്വസിച്ചാൽ. ഗബ്രി പറയാണ്, നിന്റെ ഫാമിലി വന്ന ആ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോയത് നിന്റെ നല്ലതിനാ. അവര് നിന്റെ നല്ലതിന് മാത്രമേ കാര്യങ്ങൾ ചെയ്യുള്ളൂ മോളെ. നീ ചിരിക്കാതിരിക്കരുത്. അതൊന്നും പറഞ്ഞ് നീ ചിരിക്കാതിരിക്കരുത്. മുഖത്ത് ചില സമയത്ത് കണ്ട് ഞാൻ ഇങ്ങനെ പിടിച്ചൊരു ഓരോരിക്കാൻ തോന്നുമ്പോ മോന്ത ചുമരും വിട്ട് ഉറക്കുന്ന ഇവൻ ടോക്സിക് ബോയ് ഫ്രണ്ട് കേട്ടോ. ചില്ലായിട്ടിരിക്കുക. ഇനി ആകെ 3 ദിവസമുള്ളൂ. എന്താന്നറിയില്ല, ഗബ്രി ജാതി മോട്ടിവേഷൻ. ഗബ്രിന് ഒരാഴ്ച കൂടി മുമ്പ് കൊണ്ടുവന്നിരുന്നെങ്കിൽ ജാസ്മിൻ കപ്പടിച്ചാണ്. ജയിച്ചോ തോറ്റോ അതൊന്നും ഡസന്റ് മാറ്റർ. ഇല്ലെങ്കിലും ഇറ്റ് ഷുഡന്റ് ബോദർ യു. അതൊക്കെ അത്ര ഉള്ള ഗബ്രി. ജയിച്ചാലും തോറ്റാലും മീശയെ മുറുക്ക്. പക്ഷെ മീശയില്ലല്ലോ. എനിക്ക് അറിഞ്ഞൂടാ. അറിഞ്ഞൂടെ? ഇവിടെ ഉള്ളവർക്ക് മനസ്സിലാവില്ല, കാണുന്നവർക്ക് മനസ്സിലാവില്ല. മനസ്സിലാവില്ല, ആർക്കും മനസ്സിലാവില്ല. പക്ഷെ നിങ്ങളുടെ വിഷമം എനിക്ക് മനസ്സിലാവും. സംബന്ധിച്ച് ഇങ്ങനത്തെ സംഭവങ്ങൾ ക്രിഞ്ചാണ്. ഓ അവസാനം ക്രിഞ്ചാണെന്ന് സമ്മതിച്ചല്ലോ. എനിക്കറിയാം. ഒടുവിൽ കുറ്റസമ്മതം നടത്തി അല്ലേ ഗബ്രി? അതെന്താന്ന് വെച്ചാലേ, ഈ നമ്മുടെ നാട്ടില് കപ്പിൾസിനെക്കാളും കൂടുതൽ സിംഗിൾസാ. പിന്നെ കപ്പിൾസ് ആയിട്ട് മടുത്തവരും. അപ്പൊ ഇവർക്ക് കപ്പിൾസിനെ കാണുമ്പോ ചൊറിയും. ഈ പോയ ആഴ്ച തന്നെ കുറെ കാര്യങ്ങൾ ഇവിടെ നടന്നു. എന്താ നടന്ന്?
പറയട്ടെ ഞാൻ പറയട്ടെ പറഞ്ഞോ. ദേ ജാസ്മിനെ പറയാൻ സമ്മതിക്കാത്തത് കലിപ്പ്. ഞാൻ ഇവിടെ അടി ഉണ്ടാക്കാറുണ്ടോ ഗബ്രി? ഏയ് ഒരു അടി ഉണ്ടാക്കാറില്ല. ഞാൻ എന്റെ പരാതി പറഞ്ഞു തീർന്നില്ല. ഒരു കാര്യം പറ. ഇവനെന്താ കുംഭകോണത്തെ സർക്കിൾ ഇൻസ്പെക്ടറാ? എല്ലാ പരാതി ഇവനോട് ചെന്ന് പറയാൻ. എനിക്ക് സന്തോഷമുണ്ട്. സന്തോഷം ഉണ്ടോന്ന് നീ ചോദിക്കുവാണെങ്കിൽ ക്ലാരിറ്റി ഇല്ലായ്മയാണ് എന്റെ ക്ലാരിറ്റിക്ക് പകരം പുതിയ സാധനം വന്നു. എനിക്ക് സന്തോഷം ഇല്ല. ഇപ്പൊ ഞാൻ പറയാം. സന്തോഷം ഉണ്ടോന്ന് വെച്ചാ ഇല്ല, ഇല്ലെന്ന് വെച്ചാ ഉണ്ട്. എനിക്ക് കണ്ണാടി നീ എന്റെ അടുത്ത് പറയണ്ട. നിന്നൊക്കെ കാണുമ്പോ എന്ത് സന്തോഷം ചേട്ടാ. എന്താ സന്തോഷം പറ. മാമുത്തേ ഇതിപ്പോ എന്ത് ഇവിടെ ലവ്യ? നീ എന്റെ ബ്രദറാണ്. ലവ് യു ടു ഡാ. യു ആർ മൈ ഗ്രേറ്റ് ഫ്രണ്ട്. നീ എന്റെ ബ്രദറാണ്. എന്റെ അമ്മയുടെ വയറ്റിൽ ജനിക്കാതെ പോയ മകനാണോ നീ? നീ എന്റെ എല്ലാമാണ്. ഇവരിപ്പോ എന്തിനാ ഇങ്ങനെ ഒരു സാധനം? എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ സ്വത്ത് നീയാണ്. ഞാൻ രതീഷേ, ഒന്നില്ലെങ്കിൽ മൈക്ക് മര്യാദക്കിട്, അല്ലെങ്കിൽ കെട്ടിപ്പിടിക്കാണ്ട് സംസാരിക്കും. ഏതെങ്കിലും ഒന്ന് നിങ്ങൾ ചെയ്യണം. ചേച്ചി വിളിക്കണേ. എന്താ ഈ അവിഹിതം പരിപാടി ഇവിടെ നടക്കില്ല. ജാൻമണി ഒന്നും ചോദിക്കണേ, ഇതെന്താ ഇവിടെ അവിഹിതോ? ഇതൊന്നും ഇവിടെ പറ്റില്ലട്ടോ. ഇതെന്താ ഈ പബ്ലിക് പ്ലേസിലേക്ക് കെട്ടിപ്പിടിക്കണേ? ജാനു, അതൊക്കെ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണ്. ഇപ്പൊ നമ്മൾ ആരും അങ്ങനെയൊന്നും തെറ്റിദ്ധരിക്കാൻ പാടില്ല. നടക്കൂ. ഓ, അപ്പൊ ഈ അവിഹിതം നടക്കും അല്ല ജാനു? എന്താ ചിരി? ജാനു ഒരു ദിവസം ഭദ്രകാളിയാണെങ്കിൽ അടുത്ത ദിവസം പാർവതി ദേവിയാ. അത് കഴിഞ്ഞ് നമ്മുടെ ജാസ്മിനും ഗബ്രി അവരുടെ ഫേവറേറ്റ് വാഴത്തോട്ടത്തിൽ വന്നിരിക്കുക. ഒരു കാര്യം ചെയ്, വാഴയിലെടുക്ക്. നോക്കട്ടെ. ജാസ്മിൻ ഏത് വാഴയിലാ? അവിടെ എഴുതി വെച്ചില്ലേ? ഇത് ടെലികാസ്റ്റ് ചെയ്തോ? ഞാൻ ലാലേട്ടൻ വരണേന്റെ തലേദിവസമാണല്ലോ ചെയ്ത, അന്ന് ടെലികാസ്റ്റ് ഇല്ലാത്തതാണല്ലോ. ആക്ച്വലി അതെങ്ങനെ വന്നു ഞാൻ അപ്പൊ നാട്ടുകാർ മൊത്തം പറഞ്ഞു, ഈശ്വരൻ ഇന്ന് വീട്ടിൽ ചെല്ലുമ്പോ എന്റെ അപ്പൻ എന്നെ കൊല്ലും. ഡെലിവറി ചെയ്യുമല്ലോ അല്ലേ? സത്യം പറഞ്ഞിങ്ങനെ എഴുതി വെക്കുന്നത് ഒരു മാനസിക വൈകല്യം എന്ന് പറയും. നമ്മൾ ഈ വലിയ വലിയ ഹിസ്റ്റോറിക് സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോ ഈ മതലിന്റെ ബാക്കില്, ചുമരിന്റെ ബാക്കില്, അല്ലെങ്കിൽ ഇപ്പൊ പൈൻ വാലി ചെന്ന് കഴിഞ്ഞാൽ കല്ലുകൊണ്ട് പൈൻ മരത്തുമ്മ ഇങ്ങനെ ജാസ്മിൻ ലവ് ഗബ്രി ഇങ്ങനെ എഴുതി വെക്കില്ലേ? അതൊരു വൈകൃതമാണ്. അപ്പൊ വാഴ എഴുതി വെച്ച് പോയി കഴിഞ്ഞാൽ ഗബ്രി പറയാണ്, ഞാനൊരു വാഴയാണെന്ന് തെളിയിക്കാൻ വേണ്ടിട്ടല്ലേടി നീ അത് അവിടെ എഴുതി വെച്ചേ? സാധനം എവിടെ നോട്ടെ? അതിനകത്തില്ലടാ. എഴുതിയത് എന്തായാലും എടുക്ക്, ഞാൻ നോക്കട്ടെ. പിന്നെ എവിടെയാ? അതൊക്കെ പോയി. എങ്ങോട്ട് പോയി? ജാസ്മിൻ പറയണ്, ഏയ് അതവിടെ ഇല്ല, അത് അവര് കൊണ്ടുപോയി. ഇപ്പൊ കൊണ്ടുപോയി. നോണ പറയരുത്. ഗബ്രിക്ക് ജാസ്മിനെ വിശ്വാസമില്ലേ? എന്താണ് ഗബ്രി കയറി നോക്കാണ്, എവിടെ? ശരിക്കും കൊണ്ട് ധൈര്യണ്. ഞാനൊരു വാഴയാന്ന് ഉറക്കെ പ്രഖ്യാപിച്ചോണ്ട് അവള് സത്യം എല്ലാവരും അറിയൂലോ. അല്ല വാഴയാന്ന്. അതെ വാഴയാണ്. ഹലോ, അങ്ങനെ വെക്കല്ലേ. അങ്ങനെ ഇരിക്കട്ടെ. പിന്നെ ജാസ്മിൻ അത് ഇനിയിപ്പോ തിരിച്ചു വെച്ചാലും മറച്ചു വെച്ചാലും എല്ലാവരും അത് കണ്ടു. സൺഡേ വീക്കെൻഡ് എപ്പിസോഡിലാണ് ടെലികാസ്റ്റ് ചെയ്തത്. ഓ, ഭയങ്കര ആറ്റിറ്റ്യൂഡിലാണല്ലോ. എനിക്കിഷ്ടായി. கேமரா மட்டும் இல்ல, நீ எப்படி கேரக்டர் எனக்கு பார்க்கணும். വാക്കണ്ട வெயிட் பண்ணணும். അപ്പൊ ശ്രീധുവിന് മനസ്സിലായി ഇവൻ ഉടായിപ്പാണെന്ന്. கரெக்டா ஸ்ரீது ஜட்ஜ் பண்ணி. അയ്യോ അപ്പൊ ജഡ്ജ് പണി മാവനെ, അപ്പൊ നിന്റെ സ്വഭാവം വെളി വരില്ല. ഇതല്ലേ ശ്രീധു ഞാൻ കൊറേ നാളായിട്ട് പറയണ ഇവൻ ഉടായിപ്പാണെന്ന്. ഇല്ലല്ലോ, നീ മുന്നാടി നടിക്കണ എനിക്ക് തെരിയുത്. ഇത്തിരി വൈകിയാണെങ്കിലും ശ്രീധു സത്യങ്ങളൊക്കെ മനസ്സിലാക്കിയല്ലോ, എനിക്കത് മതി. നീ കൺട്രോൾഡ് അർജുൻ. അവൻ കൺട്രോൾ ചെയ്ത് വെച്ചേക്കാണല്ലേ. കൺട്രോൾഡ് അർജുൻ അല്ലെങ്കിലും കൺട്രോള് അവനല്ല കുറവ്, നിനക്ക. എത്ര ദിവസം പ്രാക്ടീസ് ആയി? ഇനി തറുതലാന്നൊന്നും പറഞ്ഞിട്ട് ക്യൂട്ട്നെസ് ഇട്ടിട്ടൊന്നും കാര്യമില്ല. ഇന്ന് വീട്ടിൽ പോയിരിക്ക. ഇങ്ങനെ കൺട്രോൾ ആയിരിക്കണം, വാക്കുകൾ വെളിയിൽ വരാൻ പാടില്ല. ഈശ്വരാ, എവിക്ഷൻ ഒന്ന് വേഗം കാണിക്കണേ. ഞാൻ നിന്നെ ജയിക്കണം. അപ്പൊ നീ തറുതല വരണ്ട. നീ വീട്ടിലേക്ക് ചെല്ല്, നിനക്ക് മമ്മിയുടെ നല്ല പോലെ കിട്ടിക്കോളും. ഇതല്ലേ നിന്റെ ഊരിലെ തറുതല. നീ അങ്ങനെ ശ്രീധുനെ ഏമാത്താനൊന്നും നോക്കണ്ട. നീ ഇത്ര നാളെ ഏമാത്തിയത് മതി. നീ ഏമാത്തിര മക്കളെ. അപ്പൊ അതും ചെയ്താ? ഈ ക്യാമറ ഒക്കെ ഇരിക്കണേന്റെ ഇടയ്ക്ക് ഇതൊന്നും അങ്ങനെ ചെയ്തടേ? ചിരിച്ച് ഏമാത്തിര. അയ്യോ, ഏമാത്തണ്ടല്ലേ? എനിക്ക് ഇവനെ കണ്ടപ്പോഴേ അറിയായിരുന്നു. മക്കളെ എങ്ങനെ മനസ്സിലാക്കി? ശ്രീധുവിന് ഇന്നലെ രതീഷിക്ക വന്നിട്ട് ആ കോമ്പോന്റെ കാര്യം പറഞ്ഞതും കുറച്ച് കുത്തി പറഞ്ഞതൊന്നും അങ്ങോട്ട് പിടിച്ചിട്ടില്ല. ഇവനാണ് പുറത്ത് സപ്പോർട്ടെന്ന് ശ്രീധുവിന് മനസ്സിലായി. അതുകൊണ്ടാണ് ഈ ഡീഗ്രേഡ്. ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇതുമ്മ കടിച്ചു തൂങ്ങി നിൽക്കേണ്ട ആവശ്യമില്ല. ഗബ്രി ഭയങ്കര മോട്ടിവേറ്റർ ആയില്ല. Everybody here will get really good opportunities.
ഇതൊക്കെ കൊറേ കേട്ടുണ്ട് പ്രീവിയസ് കണ്ടസ്റ്റൻസ്. അടിപൊളി ഓപ്പർച്യൂണിറ്റീസ് വരും, ഒരു 3 മാസം കിട്ടും, പിന്നെ അന്ന് ഉണ്ടാവില്ല. അടിപൊളി കൊളാബറേഷൻസ് വരും, നല്ല നല്ല വർക്ക് വരും. അല്ല ഗബ്രി, നിനക്ക് എത്ര കൊളാബ് കിട്ടി? പോസിറ്റീവിനേക്കാൾ കൂടുതൽ തെറി വിളിക്കുന്നവരായിരിക്കും കൂടുതൽ. സത്യം മനസ്സിലായല്ല. ഇവിടെ ആരും എൻജോയ് ചെയ്തില്ലെങ്കിൽ നീ എൻജോയ് ചെയ്യും. യു വിൽ എൻജോയ്. അർജുൻ എന്തായാലും എൻജോയ് ചെയ്യുന്നു. അത് കഴിഞ്ഞപ്പോ പുറത്ത് ഗാർഡൻ ഏരിയയിൽ ഒരു വൈക്കോൽ തൂർ കൊണ്ട് വെച്ചാണ്. അതൊന്നും നോക്കുന്നത് നല്ലതാ. ശരണ്യയുടെ എൻട്രിയാ. ശരണ്യൻ എന്താ മുട്ടയിടാൻ കയറ്റി വെച്ചാണ്. ഗതികേടുകൾ കുറെ കൂടുന്നുണ്ടല്ലോ. ഇത് കൊട്ടയിട്ട് മൂടാൻ എന്താ ശരണ്യ കോഴിയാ. കത്തിച്ചാലോ ഇജാതി 3G എൻട്രി സ്വപ്നങ്ങളിൽ മാത്രം. ഇതെന്താ കെട്ടിപ്പിടിക്കൽ മത്സര? ശരണ്യ അവിടെ കെട്ടിപ്പിടിക്കുന്നു, അപ്പൊ ശ്രീരേഖ ചേച്ചി ഇവിടെ കെട്ടിപ്പിടിക്കുന്നു. എനിക്ക് വേണം കെട്ടിപ്പിടുത്തം. അളിയാ എന്തുണ്ട് വേറെ വിശേഷം? ശരണ്യത ജിൻഡോനെ കെട്ടിപ്പിടിച്ചോണ്ട് ജിൻഡോനെ പൊക്കിക്കൊണ്ട് പോണ്. കൊള്ള. ഞാൻ ഒത്തിരി ഹാപ്പിയാണ്. അല്ല ശരണ്യെ, ഈ ഡ്രസ്സിന്റെ അറ്റത്ത് നിന്നിട്ടത് തൂവല. ഓ കോഴിയാണത്, കറക്റ്റ് ആണത്. എങ്ങനെ കോസ്റ്റ്യൂമ് മാച്ച് ചെയ്തിട്ട്? അതല്ലായിരുന്നു, എനിക്ക് നല്ല പോസിറ്റീവാണ്. ആര് പറഞ്ഞ് പോസിറ്റീവ് ആണെന്ന് നാട്ടുകാരുടെ ഇടയിൽ? അതുകൊണ്ടാണല്ലോ കുറെ വോട്ട് കിട്ടി പെട്ടെന്ന് പുറത്തു പോകുന്നത്. കേറിയപ്പോ ഈ ഒരു ഇവിടെ ചവിട്ടാൻ പറ്റുന്നില്ല. അല്ല അപ്സരെ, എന്നിട്ട് എങ്ങനെ ഇപ്പൊ ഇതിന്റെ ഉള്ളിൽ നടക്കണേ? പേരില്ലടോ, എനിക്ക് പറ്റില്ല. വീട്ടിലെനിക്ക് ഈഗോ എന്നൊക്കെ പറയില്ലേ, ഇതത് തന്നെ. ഓള് കണ്ടപ്പോൾ എനിക്ക് എടുക്കാൻ തോന്നുന്നില്ലായിരുന്നു. ആ ഒരു മാനസികാവസ്ഥയായിരുന്നു. കപ്പ് കിട്ടുന്ന പ്രതീക്ഷിച്ച് അപ്രതീക്ഷിതമായിട്ട് ഔട്ട് ആവുന്നവർക്ക് എല്ലാവർക്കും ഇങ്ങനെയാ. എനിക്ക് 100 തികയ്ക്കണം. അല്ല അപ്സരെ, അതിന് നമുക്ക് വിചാരം മാത്രം ആഗ്രഹം മാത്രം പോരാ, നന്നായിട്ട് ഇന്ന് കളിക്കണം. ഒന്നും അപ്പൊ അതാണ്ട് സങ്കടം. എന്നിട്ട് ഞാൻ പോയല്ലോ. സാരില്ല, നിന്ന് കരഞ്ഞോ? പോസിറ്റീവ് വരും, എല്ലാവർക്കും വരും. ശ്രീരേഖ ചേച്ചി ഇതൊക്കെ കൊറേ കേട്ടുണ്ട്. ഇത് നമ്മൾ ഡൈവേർട്ട് ചെയ്ത് മറ്റൊന്നിലേക്ക് വിടാം. അവിടെ നമ്മൾ ഏറ്റവും ബ്യൂട്ടിഫുള്ളസ്റ്റ് വെർഷൻ ആയിട്ട്. അഭിഷേക്, ഹായ് ബിഗ് ബോസ്. അഭിഷേക് കൺഫെഷൻ റൂമിൽ ഇരിക്കണ്, അടുത്ത കല്യാണ ചെക്കൻ. ഇവനും വല്ല വെഡിങ് പാർട്ടിന്ന് ഇറങ്ങി ഓടിയതാണ്. കുറെ അധികം മാറ്റങ്ങൾ സംഭവിച്ചു, വളരെയധികം എന്താണ് ആ മാറ്റം? ഹായ്. അപ്പൊ വന്നത് ആരും അറിഞ്ഞില്ലേ? അപ്പം ബാക്കിയുള്ളവർ ചോദിക്കാ, നീ എന്താ ഇങ്ങനെ വന്നേ? വല്ല വൈക്കോൽ തുറൂലോ അല്ലെങ്കിൽ കാർപ്പറ്റിന്റെ ഉള്ളിൽ മൂടിയിട്ടോ അല്ലെങ്കിൽ കോലോ ആയിട്ടൊക്കെ വരണ്ടേ? ആർക്കും ഒരു എക്സൈറ്റ്മെന്റ് ഇല്ലല്ലോ. നിന്നെ കണ്ടിട്ട് എക്സൈറ്റ്മെന്റ് വരാൻ നീ ആര് ലാലേട്ടനാ? ഇല്ല, കഴിച്ചിട്ടില്ല. മോനെ കഴിച്ചവല്ലോ? ഇല്ലോ. അയ്യോ, ഇവിടെ ഒന്നും ഇല്ല. ഒന്നും ഉണ്ടാവില്ല. അയ്യോ, അപ്പൊ എന്നും പട്ടിണി. വല്ലാത്ത ചതിയായി പോയി. ബിഗ് ബോസ് മര്യാദയ്ക്ക് പറഞ്ഞത് അകത്തുനിന്ന് കഴിക്കാൻ. ഞാനാ വാശി പിടിച്ച് വേണ്ടാന്ന് പറഞ്ഞു. ഇനി ഞാൻ എന്ത് ചെയ്യും? ഞാൻ നിനക്കൊരു വാക്ക് തന്നിട്ടില്ലേ? എനിക്കറിയാം. യെസ്, എന്താണ് ആ വാക്ക്? പറയൂ. ഞാൻ ഒരു വലിയ മണ്ടത്തരാണ് ചെയ്തത്. അപ്പൊ അഭിഷേക് പറയാണ്, ജാസ്മിനെ എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്. നമ്മുടെ കോമ്പോ അടിപൊളിയായിരുന്നു. ഞാൻ നിന്നെ വെറുതെ ഒഴിവാക്കി ആ നന്ദനയുടെ പുറകെ പോയി. വെറുതെ അല്ലേ ഞാൻ പുറത്തു പോയി. ഞാൻ നിന്നോട് കുറച്ച് ഗ്യാപ്പ് വെച്ചില്ലേ, അതെനിക്ക് വലിയ മണ്ടത്തരാണ് പിന്നെ റിയലൈസ് ചെയ്തു. ഒരു വലിയൊരു ന്യൂസ് പറയണ്ട, അത് എല്ലാവരും എടുത്തിട്ട് പറയാന്ന് വിചാരിച്ചാൽ. എന്താ ന്യൂസ്? അച്ഛനെ അക്സെപ്റ്റ് ചെയ്തു. ഞാൻ അച്ഛന്റെ കൂടെ വീട്ടില്. അച്ഛനെ അക്സെപ്റ്റ് ആക്കി, അതാണ് ന്യൂസ്. എന്നിട്ട് തിരിച്ചു വാ, ഒരു വേറെ സംഭവം ഉണ്ട്. ഇപ്പോൾ ഈ വീട്ടിൽ നിന്നും പടിയിറങ്ങും. മിഡ് വീക്ക് എവിക്ഷൻ. ഒരാള് 3G ആരാന്ന് നമുക്ക് അറിയാലോ, എന്നാലും നമുക്ക് കണ്ടുനോക്കാം. കുടയെടുത്ത് 6 മത്സരാർത്ഥികൾ. ബിഗ് ബോസ് പറഞ്ഞു 6 മത്സരാർത്ഥികളും സ്റ്റോർ റൂമിൽ ഇരിക്കുന്ന കുടയും എടുത്ത് ഗാർഡൻ ഏരിയയിലേക്ക് വരിക, ബാക്കിയുള്ളവർ അവിടെ തന്നെ ഇരുന്നോട്ടെ. അല്ല, ഈ കൊട എടുത്ത് വരാൻ അവിടെ മഴ പെയ്യണ്ട. ജാസ്മിന്റെ ഉള്ളില് അയ്യോ ഗബ്രി വന്നപ്പോ ഞാൻ ഔട്ടാക്കി കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ ഗബ്രീനെ കാണും? അവൻ പുറത്താവുമ്പോ ഞാനകത്താവുമ്പോ അവൻ പുറത്ത്. അയ്യോ, ബെസ്റ്റ് പ്ലേയേഴ്സ് എല്ലാവരും, ആരുമായാലും. സ്വയം പറഞ്ഞാ മതി ഞങ്ങള് ബെസ്റ്റ് ആയിരുന്നു. 1-2 പേര് ബെസ്റ്റാ, ബാക്കിയൊക്കെ വെറുതെ. ശ്രീധുവിന്റെ ഫേസ് കണ്ടറിയാം, നല്ല പേടിയുണ്ട്. എന്റെ പൊന്ന് ശ്രീധു, ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ കോമ്പ് പിടിക്കണ്ടെന്ന്. അപ്പൊ നീ കേട്ടില്ലല്ലോ. കോമ്പ് പിടിക്കാന്ന് നീ പറയുന്നത് കേട്ടെങ്കിലോ? കേട്ടിരുന്നെങ്കിൽ നേരത്തെ ഔട്ടായാനെ. ട്രിപ്പിളിൽ 6 പേരും ഒരുമിച്ച് പിടിച്ചു വലിക്കുക. അപ്പൊ ഗാർഡൻ ഏരിയയിൽ ഓരോരുത്തരുടെ പേര് എഴുതിയ വട്ടത്തിലുള്ള ഒരു ബോക്സ് ഇരിക്കുന്നുണ്ട്. അതിന്റെ ഉള്ളിൽ തെർമോകോൾ ബോൾസ് നിറച്ചിട്ടുണ്ട്.
അപ്പൊ ബിഗ് ബോസ് പറയുന്ന നേരത്ത് എല്ലാവരും അതിന്റെ അടിയിൽ ആ റിബൺ ഒറ്റ സമയത്ത് വലിക്കണം. അപ്പൊ ഈ ബോൾസ് ഇങ്ങനെ വീണ് അതിന്റെ ഉള്ള ഫോട്ടോന്റെ അടിയിൽ സേവ്ഡ് ആണോ എവിക്റ്റഡ് ആണോ എന്ന് എഴുതി കാണിക്കും. ബിഗ് ബോസിന്റെ പ്ലാൻ 3G അതെല്ലാം ഒരേപോലെ സ്പീഡിൽ പോകില്ലല്ലോ. ഇത് പോണില്ല. ശ്രീത് അധികം കളയണ്ട, നീ ഔട്ടാ. ഫസ്റ്റ് തീർന്നത് നമ്മുടെ ഋഷിയുടെ ആയിരുന്നു. ഋഷി കണ്ടോ ഭാഗ്യം, ഞാൻ രക്ഷപ്പെട്ടു. പിന്നെ ജിൻഡോ സേവായി, അർജുൻ സേവായി, അഭിഷേക് സേവായി, ജാസ്മിനും ശ്രീതുവും മാത്രമേ. സേവായോ? ജാസ്മിന് ചെറിയൊരു ടെൻഷൻ ഇട്ടു. ജിൻഡോ ചേട്ടാ ഒന്ന് ഹെൽപ്പ് ചെയ്ത് ഈ സാധനം കളയാൻ വേണ്ടിട്ട്. എന്തൊക്കെ വന്നില്ല. നമുക്ക് കുറച്ച് നേരത്തിനുള്ളിൽ അറിയാം ട്രൂ ലവ് ഒക്കെ. ഓക്കെ ജാസ്മിൻ. അങ്ങനെ ശ്രീതു ചുമപ്പ് കണ്ടു, ശ്രീതു എവിക്റ്റാന്ന് മനസ്സിലായി. അപ്പോഴും ജാസ്മിൻ തട്ടിക്കൊണ്ടിരിക്കുക. പോടി, എന്റെ സേവ എനിക്ക് ഫുള്ള് കാണണം. ജാസ്മിൻ ഒരു ഉമ്മയും കൊടുത്തു. ശ്രീജൻ കോംബോ പൊളിഞ്ഞു. കരയടാ കര, നീ കര, അവിടെ പുറത്ത് മഴ പെയ്ത വെള്ളം. അല്ല അർജുനെ, സിജ പോയ വിഷമം ഇല്ലല്ലോ. എനിക്ക് തോന്നിയൊരു കാര്യമാണ്, ശരിയാവുമെന്ന് എനിക്ക് അറിയില്ല, എന്നാലും ഞാൻ എക്സ്പെക്ട് ചെയ്തൊരു കാര്യം പറയാം. നമ്മളുടെ ഇപ്പൊ പോൾസിലൊക്കെ എടുത്ത് നോക്കുമ്പോൾ ജിൻഡോ ആണ് ചെറിയൊരു വോട്ടിന് മുന്നിട്ട് നിൽക്കുന്നത്. അപ്പൊ ഓൾറെഡി സിവിൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജിൻഡോക്ക് കപ്പ് കൊടുക്കില്ല എന്ന്. അപ്പൊ അർജുന് ഓൾറെഡി സെക്കൻഡ് പൊസിഷൻ സേഫ് ആണ്. അപ്പൊ ശ്രീധുവിനെ ഇപ്പൊ ഔട്ടാക്കി കഴിഞ്ഞാൽ ഈ 4 ദിവസം തൊട്ട് അർജുൻ കിട്ടിക്കഴിഞ്ഞാൽ അർജുൻ ജിൻഡോനെ മറികടക്കില്ലേ? അതാണ് പോയിന്റ്. ബിഗ് ബോസ് വീട്ടിൽ നിന്നും നിങ്ങൾ പുറത്തായിരിക്കുന്നു. അപ്പൊ ഇത് അർജുന് വോട്ട് കിട്ടാനുള്ള ഒരു സൈക്കോളജിക്കൽ മൂവ് അല്ലേ എന്ന് എനിക്ക് ചെറിയ സംശയമുണ്ട്. പുറത്തേക്ക് വരിക. പാവാടാ, അത് ശരിക്കും കരയണ്ടോ? നീ എന്ത് ദുഷ്ടം മനസ്സാടാ നിന്റെ. ഒരാൾ കരയുമ്പോ നീ ചിരിക്കാ. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ഞാനിപ്പോ ചിരിക്കുന്നത് ഞാൻ സാഡിസ്റ്റ് ആയോണ്ടോന്ന്. അല്ല, ഇവനിപ്പൊ കരഞ്ഞാലാ ഇവന് വോട്ട് കിട്ടുള്ളൂ. അവൻ കരയണം. ഇത് നമ്മളുടെ ഒരു ഇമോഷൻ വെച്ചിട്ടുള്ള ഗെയിമാന്ന് നിങ്ങൾക്ക് അറിയാലോ. അർജുൻ കരയുമ്പോ കുറെ പ്രേക്ഷകർ ഇനിയുള്ള ദിവസം അർജുൻ വോട്ട് ചെയ്യും. യോ പാവൻ ചെക്കണ്ട, അവൻ കരഞ്ഞ കണ്ടില്ലേ, അവന് നാളെ വോട്ട് ചെയ്യായിരുന്നു എന്നൊക്കെ പറയും. സോ സിമ്പിൾ. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഇത്തവണത്തെ കപ്പ് അർജുന് സ്വന്തം. അപ്പൊ ഇത്തിരിയൊക്കെ കരഞ്ഞാലും നല്ലതിനാ. ഇത് കരഞ്ഞാലാ ഇവിടെ വോട്ട് കിട്ടുള്ളൂ. ഓക്കെ, ഗുഡ് ജോബ്. കരണ്യ ചേച്ചി കരച്ചില്, അർജുൻ കരച്ചില്, ശ്രീത് കരച്ചില്, കരച്ചിലോട് കരച്ചില്, ഞാൻ മാത്രം ചിരി. അല്ല അർജുനെ, സിജ പോയ കരച്ചിലിന്റെ അത്ര ഒന്നും ഇല്ലാട്ടാ. ആ പിന്നെ ഔട്ടായി പോകുമ്പോ ഹാപ്പി ആയിട്ടിരിക്കാം. അതും 96 ദിവസം. ഞാൻ എന്തായാലും ഹാപ്പി ആയി. അല്ലെങ്കിലും ഈ ട്രൂ ലവ് പിരിക്കാൻ ബിഗ് ബോസിന് ഭയങ്കര ഇഷ്ടാ. പണ്ട് പേളിമാണിക്ക് ഉണ്ടായ വോട്ട് സ്പ്ലിറ്റിങ് അർജുന് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രീധുവിന് ഇപ്പൊ ഔട്ടാക്കിയെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത്രയും വല്ല ഞാൻ എന്താ ഇന്ന് രാവിലെ പറഞ്ഞു. കാരണം ഇവർ ഇത്രയും ദിവസം പറഞ്ഞുകൊണ്ടിരുന്നത് ബിഗ് ബോസ് സീസൺ 6 ആയതുകൊണ്ട് ടോപ്പ് 6 എന്നാണ്. ഇപ്പൊ മാറ്റി പറഞ്ഞ എന്താന്ന് എനിക്ക് അറിയില്ല. കാണോ? കാണാം, എനിക്ക് അറിയില്ല എന്നൊക്കെ. അപ്പൊ കാണില്ല, നടക്കില്ല. പുറത്തേക്ക് വരാം. എന്റെ പൊന്ന് ശ്രീതു, ബിഗ് ബോസ് വരെ പറഞ്ഞ് ഇറങ്ങി പോവാൻ ഇറങ്ങി പൊക്കൂടെ? ഈ മഴ പെയ്യുമ്പോ കോഴികള് മഴ നനയാതിരിക്കാൻ വേണ്ടിട്ട് കേറി നിൽക്കില്ലേ? അതേപോലെ ഇല്ല എല്ലാം നിരന്ന് നിൽക്കണ കാണുമ്പോ. കരയണേന്റെ ഇടയ്ക്ക് ചിരിപ്പിക്കല്ലേ ശ്രീതോ? മഴ തൂറലും. എത്രയൊക്കെ പറഞ്ഞാലും ശ്രീതു കരഞ്ഞ എനിക്ക് വിഷമാവും. കരയില്ല ശ്രീതു. ആ സാരണ്യ ഞങ്ങളുടെ ഇറക്കി വിട്ടെ. കുറെ നേരം വന്ന് കെട്ടിപ്പിടിക്കും കരയിപ്പിക്കും, കെട്ടിപ്പിടിക്കും കരയിക്കും. 5-6 തവണ ആയില്ലത്. റിയാലിറ്റിക്ക് പോലെ ബൈ. അങ്ങനെ കരഞ്ഞുകൊണ്ട് ശ്രീതു പോയി. എല്ലാരും കരയാനുള്ളത്. ജിൻഡോ കരയണ്, ജാസ്മിനും കരയണ്. അപ്പൊ ഗൈസ്, ഒരു കാര്യം ഉറപ്പിച്ചോ, അർജുന് കപ്പ് സ്വന്തം. എന്നാലും എന്റെ അർജുനെ, നിനക്ക് സിജ പോയ വിഷമില്ലാട്ടാ. വൈ എന്തെങ്കിലും ആവട്ടെ. പക്ഷെ അർജുൻ കരയുന്നത് റിയൽ കരച്ചിലാണ്. ഇവന് അഭിനയിക്കാനൊന്നും അറിയില്ല. അങ്ങനെയാണെങ്കിൽ അവൻ മറ്റേ ആന്റണി പെരുമ്പാവൂർ വന്നപ്പോ ഇതിൽ അടിപൊളിയായിട്ട് കരഞ്ഞേനെ. ചെക്കന്റെ റിയൽ ഇമോഷനാണ്. എന്തെങ്കിലുമൊക്കെ ആവട്ടെ.
ആ അപ്പതേ ശ്രീതു പോയതിന്റെ വിഷമം മാറ്റാൻ വേണ്ടിട്ട് അർജുൻ ബാത്റൂമിലേക്ക് കയറാണ്. മണം പിടിക്കാനുള്ള ആൾക്കാർ വന്നില്ലല്ലോ. മണം പിടിക്കാനുള്ള ടീംസ് വന്നു. അഭിഷേക് ബി ലൈക്ക് കോട്ടിട്ടിട്ട് ചൂടെടുക്കണ പുല്ല്. ഞാൻ പോയി ഡ്രസ്സ് മാറിയിട്ട് വരാം. ഈ മണം ടീംസിന് വേറെ പണിയൊന്നും ഇല്ലേ? നാളെ കഴിഞ്ഞ് കയറ്റിവിടായിരിക്കും അല്ലേ? രശ്മിൻ ഈ ഗ്യാപ്പിൽ ചെറിയൊരു കോലടിക്കാം. അർജുനെ നീ വിഷമിക്കണ്ടടാ, അവള് പോട്ടെ, 2 ദിവസം കഴിയുമ്പോ കാണാം. മര്യാദക്കിരുന്ന് അർജുൻ പിന്നെ കരച്ചില്. എല്ലാരും കേട്ടുന്നു. കരയാതിരുന്ന ചെറുക്കനെ പറഞ്ഞു കരയിക്കണോടി. അർജുൻ നിന്നപ്പോ ഫിക്സ് നിന്നപ്പോ കാരണം അങ്ങനെയൊക്കെ ഞാൻ നിന്നേണല്ലോ. അർജുൻ ശ്രീതു സീസൺ 6 ഏറ്റവും ലക്കി. അപ്പൊ ജാസ്മിൻ പറയണേ ശ്രീതു അർജുനാണ് ഈ സീസണിലെ ഏറ്റവും ഭാഗ്യം ചെയ്ത ആൾക്കാര്. ആയിരുന്നല്ലേ ഈ സീസണിൽ ഏറ്റവും കൊള്ളാത്തത്. അതെന്നിട്ട് ജാസ്മിൻ പറയാണ് ഈ സീസണിലെ ഏറ്റവും കൊള്ളില്ലാത്തത് ജാസ്മിൻ. ഞാൻ കേൾക്കുന്നത് അങ്ങനല്ലേ ബ്രോ? ഗബ്രിക്ക് അത് ഇഷ്ടമായില്ല. ഗബ്രി കലിപ്പ്. ഗബ്രി ഇവര് വന്നു കയറിയപ്പോഴേക്കും അടി ഉണ്ടാക്കാൻ തുടങ്ങിയ. ഞാൻ കൊള്ളൂല. ജാസ്മിൻ അങ്ങനെയൊന്നും പറയല്ലേ, നീ അത്ര അലമ്പൊന്നും അല്ല. ഭയങ്കര മോശം. ഇവിടുത്തെ മൊമെന്റ്സ് അല്ലേ, അത് കിട്ടില്ല. 100 ദിവസം ഉണ്ടാവില്ല. ഇനി 3 ദിവസം ഇവിടെ ഓർമ്മകള് മെമ്മറീസ് നിനക്ക് ചൊല്ലാൻ വേണ്ടിട്ട് ഇനി ഞങ്ങൾ അവസരം ഉണ്ടാക്കി തരാടാ. പിറന്നാള് മിണ്ടിയതവന് മതിയായല്ല. ഇന്നലെ മാക്സിമം അതായിരുന്നു പറഞ്ഞു. അപ്പൊ എന്റെ ഒരു നിഗമനം ഞാൻ പറയാം, ഈ സാല കപ്പ് അർജുനക്ക് സ്വന്തം. ജിൻഡോന്റെ ഫാൻസ് ജിൻഡോന് മാത്രം വോട്ട് ചെയ്യുള്ളൂ. ജാസ്മിന്റെ ഫാൻസ് ജാസ്മിന് മാത്രം വോട്ട് ചെയ്യുള്ളൂ. അർജുന് കിട്ടാൻ പോകുന്നത് സിജോന്റെയും ശ്രീതുവിന്റെയും അർജുന്റെയും ബാക്കിയുള്ള എല്ലാവരുടെയും ഓട്ട. അപ്പൊ 96ന്റെ റിയാക്ഷൻ ഇവിടെ തീരുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് 97ന്റെ റിയാക്ഷനുമായിട്ട് നമുക്ക് നാളെ കാണാം. അതുവരെ ഒരുപാട് നന്ദിയുണ്ട്.